അങ്ങനെ ഹൗസ് ഓഫ് ദി ഡ്രാഗൻസിൻ്റെ രണ്ടാമത്തെ സീസൺ പുറത്തിറങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ സീസണിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇറങ്ങിയിട്ട് കുറച്ചായി, പക്ഷെ ഇപ്പോൾ അത് റിവ്യൂ ചെയ്യാൻ പറ്റിയത്. പക്ഷേ എപ്പിസോഡ് എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിടിലൻ തുടക്കമാണ്. മനസ്സിലായില്ല, അത് എപ്പിസോഡ് നമുക്ക് എപ്പിസോഡ് മാത്രമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നത്, ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുടെ ഞാൻ പറയുന്നത്, ആദ്യത്തെ സീസണിൽ ഇനി വരാൻ പോകുന്നത് ഭയങ്കര ഒരു യുദ്ധവും കാര്യങ്ങളൊക്കെ ആവും എന്നുള്ള രീതിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ സീസണിൽ ആദ്യത്തെ എപ്പിസോഡ് ഇട്ടിട്ട് ഫുൾ അടി വിട്ട് അതാവുന്നതാണ് പല ആൾക്കാരും വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കാതെ അങ്ങനെ ഒന്നല്ല, ഇത് ശരിക്കും ഒരു ബുക്ക് അഡാപ്റ്റേഷൻ കൂടിയാണ്. അതിൽ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ്. പക്ഷെ തോന്നുന്നത് ഗെയിം ഓഫ് ത്രോൺസിൽ ഇപ്പോൾ ഐസ് ഓഫ് ഫയർ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ബുക്ക് ആയിരുന്നു. അതിൽ കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഗെയിം ഓഫ് ത്രോൺസ് ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇതും ഇറങ്ങിയിട്ടുള്ളത്. ഒരു ബുക്ക് അഡാപ്റ്റേഷനാണ്. പക്ഷേ മുഴുവനായിട്ട് അങ്ങനെയല്ല, കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് അതൊന്നുമല്ല, ഭയങ്കര ഒരു ഗൂസ് ബംസ് വെച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ, ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അത് അങ്ങനെ പല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ്, ഈ വിന്റർഫെൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ വിന്റർഫെല്ലിൻ്റെ ഗെയിം ഓഫ് ത്രോൺസിൽ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് ഒരു ഭൂരിഭാഗം സമയത്ത് വിന്റർഫെല്ലിലാണ് നമ്മൾ കിട്ടുന്ന ഇറങ്ങിയത് കാണുന്ന ആൾക്കാർ. പക്ഷേ ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിൻ്റെ കാര്യത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സീസണിൽ വിന്റർഫെല്ലോ കാര്യങ്ങളൊന്നും നോർമൽ ശരിയാണെന്നുണ്ടെങ്കിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ വിന്റർഫെല്ല് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് നൊസ്റ്റാൾജിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ട് കുറേ ആയില്ലേ, കാരണം അങ്ങനത്തെ വെബ് സീരീസ് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ആ വിന്റർഫെല്ല് കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞ ഗൂസ് ബംസ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം തുടങ്ങുന്നത് തന്നെ, ഈ ഒരു സംഭവം തുടങ്ങുന്നത്, ഈ വെബ് സീരീസ് തുടങ്ങുന്നത്. പിന്നെ വെബ് സീരീസ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ആ ഒരു മെയിൻ വാർ ഉണ്ടല്ലോ, ഈ മെയിൻ വാറിലേക്കുള്ള ഒരു ബിൽഡപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. വാർ ഈസ് ഇന്നെവിറ്റബിൾ, ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് എന്നുള്ളത് ഇതന്നെ പറഞ്ഞത്. അപ്പം എന്തായാലും വാർ സംഭവിക്കും. പക്ഷേ ആദ്യത്തെ എപ്പിസോഡിൽ വാറോ കാര്യങ്ങളും ഒന്നുമില്ല. ഈ 2-3 എപ്പിസോഡിലൊന്നും ഉണ്ടാവില്ല. വാറൊന്നും വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അതിലേക്കുള്ളൊരു ബിൽഡപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ കുറേ വാറ് അതിൻ്റെ മുടി വിട്ട് കുത്തുന്ന് വിചാരിച്ച് പോകരുത്. അങ്ങനെ ഒരു ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു എൻഡിങ് ഉണ്ട്. അത് ഞാൻ കാണാത്തവർക്ക് അത് സ്പോയിലറാവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അത് ഇതിൽ തന്നെ ഉണ്ട്, ഈ വെബ് സീരീസ്, ഈ എപ്പിസോഡിൻ്റെ പേര് തന്നെ ഉണ്ട്, ഈ ക്ലൈമാക്സ് ആയിട്ട്. ആ എപ്പിസോഡിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ക്ലൈമാക്സും കവറും തന്നെ തീരുള്ളൂ എപ്പിസോഡിൻ്റെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതേ ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ട്. അതായത് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ദി ബോയ്സ് എന്ന് പറഞ്ഞ വെബ് സീരീസ് കണ്ടപ്പോൾ ഇതിൻ്റെ 4ാമത്തെ സീസണിലേക്ക് വന്നപ്പോൾ എനിക്ക് തീരെ കൺവിൻസിങ് ആയിട്ടില്ല ഈ 3 എപ്പിസോഡുകൾ. ഞാൻ ഇതിന് മുന്നേ എൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ബിൽഡ് ചെയ്ത് അങ്ങനെ വെബ് സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ സക്സസ് ആവുന്നുണ്ട് വെബ് സീരീസ് പല ഭാഗത്തും. 1-2 സ്ഥലങ്ങളിലൊന്നും തന്നെ ഭയങ്കര സെറ്റപ്പിലാണ് സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിനൊരു മെയിൻ വാർ ഉണ്ടല്ലോ, ഈ വാർ വരുമ്പോഴാവും ഇതുവരെ എന്തിനു ബിൽഡ് ചെയ്യുന്നത്. ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ അങ്ങനെ ഇരുന്ന് എന്തിനാ അതുവരെ വലിച്ചു നീട്ടി എന്നുള്ളത് അതിൻ്റെ ക്ലൈമാക്സ് കഴിയുമ്പോഴാണ് മനസ്സിലായത്. അതേപോലെ ഇത് തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാ അതുവരെ കൊണ്ടുപോയി എന്നുള്ളത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എയ്മണ്ട് ഒക്കെയാണ് പൊതുവെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നത്. പക്ഷേ എനിക്ക് അതൊന്നും, എനിക്ക് റെനീറിയ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇതിൽ ആദ്യത്തെ സീസണിൽ തന്നെ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അത് ചിലപ്പോൾ നാട്ടിൻ്റെ പെർഫോമൻസ് ഭയങ്കരമാണ്. അതായത് ഇതിലൊരു ഇമോഷണൽ സീനൊക്കെ വരുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ആക്ടിങ് ഉണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ശരിക്കും ഒരു രാജകുമാരി, ഇങ്ങനെ പവർഫുൾ ആയിട്ടൊരു രാജകുമാരി എങ്ങനെയാണ് അതെന്നെ വെറുതെ അങ്ങനെ നിന്നാൽ മതി, അപ്പം തന്നെ സെറ്റാണ്, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് കുറച്ച് നേരമുള്ളൂ, ഒരു 5-10 സെക്കൻഡ് എന്തോ ഉള്ളൂ. പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര പെർഫോമൻസ് ആണ് റെനീറിയ. തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം പെർഫോം ചെയ്യാനുള്ള കുറച്ച് സമയമാണെന്നുണ്ടെങ്കിൽ റെനീറിയയ്ക്ക് തന്നെയാണ്, ആ ക്യാരക്ടർ തന്നെയാണ് പെർഫോം ചെയ്യാനുള്ളത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ അതേപോലെ തന്നെ റെനീറിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ഒരു ഹോൾ എപ്പിസോഡിൽ ഒരൊറ്റ ഡയലോഗേ പറയുന്നുള്ളൂ. എത്ര ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരൊറ്റ ഡയലോഗേ പറയുന്നുള്ളൂ. വേറെ ഒന്നും കൂടുതലൊന്നും പറയാനില്ല, ഒന്നും പറയാൻ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല, ഇതാണ് എൻ്റെ തീരുമാനം എന്നുള്ള രീതിയിൽ ഒരൊറ്റ ഡയലോഗേ പറയുന്നുള്ളൂ. പക്ഷെ അത് ഒരു ഗംഭീര ഡയലോഗായി പോയി. പിന്നെ ഇതിലൊരു നായിനെ ചവിട്ടിന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. ആരും മനസ്സിലാക്കാത്തത് ശരിക്കല്ല, അത് ശരിക്കും നായനെ ചവിട്ടണില്ല. അത് ആ ഒരു ക്യാരക്ടർ എത്രത്തോളം വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സീനുകൾ വരുന്നത്. അത് ആവശ്യമാണ്, അത് അങ്ങനത്തെ ഒരു സീന് ആവശ്യമായിരുന്നു ശരിക്കും അവിടെ. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലർക്കും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ എപ്പിസോഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ബിഗിൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിങ്ങനെ തന്നെ പോകും, എന്തായാലും അവരത് കൊളാക്കൂല, ഇനി ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റ്ലി അത് കാണുക. ഇനി അടുത്ത എപ്പിസോഡ് ഇനി അടുത്ത ആഴ്ച വരെ എന്തോ വെയിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഞാൻ ഒഫീഷ്യലായിട്ടുള്ള സംഭവം നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ജേർണിയാണത്. ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ ഞാൻ 8 സീസൺ റിലീസ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ ഒരു ജേർണിയിലൊന്നും വല്ലാതെ, കാരണം 2011 തുടങ്ങിയതാണ് ഗെയിം ഓഫ് ത്രോൺസ്. ഈ വീഡിയോ കാരണം മിക്ക ആൾക്കാർക്കും ആ ജേർണി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ എപ്പിസോഡ് റിലീസ് ചെയ്ത് ഇനി അടുത്ത എപ്പിസോഡിനുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഇറങ്ങുമ്പോൾ നമ്മൾ കാണാം. അതൊരു ജേർണിയാണ് ശരിക്കും ഇങ്ങനത്തെ വെബ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആദ്യത്തെ എപ്പിസോഡ് കണ്ടു തുടങ്ങുക. നിങ്ങൾ വെബ് സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ഇഷാഖ് ടോക്സ് സൈനിങ് ഔട്ട്.